അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനെ കുറിച്ചും 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനെ കുറിച്ചുമാണ്. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ നിർത്തിയതാണ്, അതായത് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനെ സ്ട്രോക്കിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്ന്. അപ്പോൾ 2 സ്ട്രോക്കും 4 സ്ട്രോക്ക് എഞ്ചിനുമായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 2 സ്ട്രോക്ക് തന്നെ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനും 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കതിൽ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു IC എഞ്ചിൻ്റെ ഒരു പാർട്ട്, അതായത് IC എഞ്ചിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് സിലിണ്ടറാണ്, അതുപോലെ തന്നെ ഇതെന്താണ്, ക്രാങ്ക് ഷാഫ്റ്റാണ്, ഇത് പിസ്റ്റൺ ആണ്. അപ്പോൾ ഈ പിസ്റ്റണെ ക്രാങ്ക് ഷാഫ്റ്റിനെ കണക്ട് ചെയ്യുന്ന ഇതിനെയാണ് കണക്റ്റിംഗ് റോഡ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് 2 പോർട്ടുകളുണ്ട്. ഇതൊന്ന് എക്സോസ്റ്റ് പോർട്ടും ഇതെന്താണ്, ഇൻലെറ്റ് പോർട്ടുമാണ്. ഇവിടെ മറ്റൊരു പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഇതിനെ ട്രാൻസ്ഫർ പോർട്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഒരു സ്പാർക്ക് പ്ലഗും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു സിലിണ്ടറിനകത്ത് ഈ പിസ്റ്റണിന് മൂവ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് മോസ്റ്റ് പൊസിഷനെയാണ് നമ്മൾ TDC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന് താഴേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും താഴ്ന്ന പൊസിഷനെ നമ്മൾ BDC എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പാർക്ക് പ്ലഗ്, ട്രാൻസ്ഫർ പോർട്ട്, അതുപോലെ സിലിണ്ടർ, എക്സോസ്റ്റ് പോർട്ട്, ഇൻലെറ്റ് പോർട്ട്, പിസ്റ്റൺ, അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ്. ഈ പിസ്റ്റണും ക്രാങ്ക് ഷാഫ്റ്റിനെയും കണക്ട് ചെയ്തിരിക്കുന്ന കണക്റ്റിംഗ് റോഡാണ് ഇത്. ഓക്കെ, അപ്പോൾ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ 4 സ്ട്രോക്കുകളായിട്ടാണ് ഇതുള്ളത്. അതായത് ഫസ്റ്റത്തെ സ്ട്രോക്കാണ് സക്ഷൻ സ്ട്രോക്ക്, രണ്ടാമത്തത് കംപ്രഷൻ സ്ട്രോക്ക്, മൂന്നാമത്തത് പവർ സ്ട്രോക്ക്, അതുപോലത്തത് നാലാമത്തത് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ സ്ട്രോക്കിൽ, അതായത് ഇതിൽ 2 സ്ട്രോക്കാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഈ 4 സ്ട്രോക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഡെഫിനറ്റ് ആയിട്ടല്ല നടക്കുന്നത്, അതായത് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു 2 സ്ട്രോക്ക് നടക്കുമ്പോൾ ഇപ്പോൾ എന്താണ്, ഇതിൽ 2 സ്ട്രോക്കുകളാണ് നടക്കുന്നത്. അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു റൊട്ടേഷനിലാണ് ഇവിടെ വർക്കിംഗ് സൈക്കിള് പൂർത്തിയാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സക്ഷൻ സ്ട്രോക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സക്ഷൻ സ്ട്രോക്കിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഈ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ട്രാൻസ്ഫർ പോർട്ടും അതുപോലെ തന്നെ പിന്നീട് ഈ എക്സോസ്റ്റ് പോർട്ടും എന്താകും, ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്ത് സംഭവിക്കും, ഈ ക്രാങ്ക് കേസിലുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി ഈ സിലിണ്ടറിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ TDCയിൽ നിന്ന് പിസ്റ്റൺ BDCയിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഈ സക്ഷൻ സ്ട്രോക്കിൽ TDCയിലേക്ക് പിസ്റ്റൺ വരുന്ന സമയത്ത് ഈ ഫസ്റ്റ് ട്രാൻസ്ഫർ പോർട്ടും പിന്നീട് എക്സോസ്റ്റ് പോർട്ടും ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫർ പോർട്ടിലേക്ക് ക്രാങ്ക് കേസിലുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ സിലിണ്ടറിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സ്ട്രോക്ക് എന്താണ്, കംപ്രഷൻ സ്ട്രോക്കാണ് നമ്മൾ പറയുന്നത്. കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഈ പിസ്റ്റൺ ഓൾറെഡി TDCയിൽ നിന്ന് BDCയിൽ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കംപ്രഷൻ സ്ട്രോക്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ BDCയിലുള്ള, അതായത് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് BDCയിൽ നിന്ന് പൊസിഷനിൽ പിസ്റ്റൺ TDCയിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താകും, ഫസ്റ്റ് ട്രാൻസ്ഫർ പോർട്ട് BDCയിൽ നിന്ന് TDCയിലേക്ക്, അതായത് കംപ്രഷൻ സ്ട്രോക്കിലേക്ക് BDCയിൽ നിന്ന് TDCയിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഈ ട്രാൻസ്ഫർ പോർട്ട് എന്താകും, ഇവിടെ ക്ലോസ് ആയി. അതുപോലെ തന്നെ പിന്നീട് എന്ത് ക്ലോസ് ആകും, എക്സോസ്റ്റ് പോർട്ടും ക്ലോസ് ആകും. അപ്പോൾ ഈ സമയത്ത് എന്താണ് സംഭവിക്കുക, ഈ 2 പോർട്ടും ക്ലോസ് ആവുന്ന സമയത്ത് ഒന്ന് ഈ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആയിട്ട് നമുക്ക് കാർബറേറ്റർ എന്ത് സപ്ലൈ ചെയ്യും, എയർ ഫ്യൂൽ മിക്സ്ചർ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ വേറെ എന്താ സംഭവിക്കുന്നത്, ഈ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ എന്താകും, നന്നായി കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്ട്രോക്ക് എന്താണ്, പവർ സ്ട്രോക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അതായത് ഈ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനത്തോടു കൂടി ഈ നൽകുന്ന എന്താണ്, സ്പാർക്ക് പ്ലഗ് ഇല്ലേ, ഈ സ്പാർക്ക് പ്ലഗ് ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പവർ ഉണ്ടാകുന്നത്. അതായത് കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനത്തോടു കൂടി സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു.
അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഈ പിസ്റ്റൻ്റെ ഇവിടെ ഉണ്ടാകുന്ന പ്രഷറും ടെമ്പറേച്ചറും കൂടും. പക്ഷേ എന്തായിരിക്കും? വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ സമയത്ത് ഈ ടി ഡി സിയിൽ നിന്ന് പിസ്റ്റൺ വളരെ വേഗത്തിൽ താഴേക്ക് ബി ഡി സിയിലേക്ക് വരികയും ആ ഫോഴ്സ് കൊണ്ട് തന്നെ ഈ ക്രാങ്ക് കേസിനെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാണ്. അതായത് ക്രാങ്ക് കേസിനല്ല ക്രാങ്ക് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് വരുമ്പോൾ എന്താകും? നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആകും, അതുപോലെ തന്നെ എക്സോസ്റ്റ് പോർട്ടും ഓപ്പൺ ആകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്? അപ്പോൾ ഇവിടെ ഓൾറെഡി എന്തായിട്ടുണ്ട്? ഒരു മെക്കാനിക്കൽ വർക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പിന്നെ ഒരു ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ വർക്കാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ടി ഡി സിയിൽ നിന്ന് പിസ്റ്റൺ ബി ഡി സിയിലേക്ക് വരുന്ന സമയത്ത് എന്താകും? ഈ ട്രാൻസ്ഫർ പോർട്ടും അതുപോലെ തന്നെ എക്സോസ്റ്റ് പോർട്ടും ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി പവർ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ കത്തിയ വാതകങ്ങൾ ബേൺഡ് ഗ്യാസസ് ഉണ്ടാവും. അപ്പോൾ അതെന്താകും? ടി ഡി സിയിലൂടെ, അതായത് ഈ പിന്നെ എക്സോസ്റ്റ് വാൽവിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം അടുത്ത എക്സോസ്റ്റ് അപ്പോൾ എന്താണ്? ഈ ബേൺഡ് ഗ്യാസസ് ഈ എക്സോസ്റ്റിലൂടെ പുറത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായി? ഇവിടെ സക്ഷനിലൂടെ സക്ഷൻ, അപ്പം ഈ 4 സ്ട്രോക്കുകൾ ഇവിടെ കംപ്ലീറ്റ് ആയി. സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. അപ്പോൾ ഇവിടെ പവർ പ്രൊഡ്യൂസ് ചെയ്ത് ബേൺഡ് ഗ്യാസസ് എക്സോസ്റ്റ് വഴി പുറത്തായി. അപ്പോൾ സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് ഈ 4 സ്ട്രോക്കുകളും 2 സ്ട്രോക്കിൽ, അതായത് ഈ 4 ഒറ്റ സൈക്കിളിൽ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അത് ഒരു ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് 4, അതായത് 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിലെ 4 സ്ട്രോക്കുകൾ ഡിസ്കസ് ചെയ്തു. സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. പക്ഷേ ഈ 4 സ്ട്രോക്കുകളും 4 സ്ട്രോക്കുകളും ഡിഫൈൻഡ് ആയിട്ട് ഓരോരോ സ്ട്രോക്ക് വീതം സംഭവിക്കുന്നില്ല. അതായത് ഈ 4 സ്ട്രോക്കുകളും 2 സ്ട്രോക്കുകളിലായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതാണ് ഇതിൻ്റെ 4 സ്ട്രോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 സ്ട്രോക്കിൻ്റെ വ്യത്യാസം. അതുപോലെ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിലാകുമ്പോൾ ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? സ്പാർക്ക് പ്ലഗ് ആണ് ഉപയോഗിക്കുന്നത്. നേരെ അതിന് ഇവിടെ 2 സ്ട്രോക്കിൻ്റെ കേസിൽ എക്സോസ്റ്റ് പോർട്ടുകളായിരിക്കും ഉണ്ടാവുക. 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാകുമ്പോൾ ഇവിടെ സ്പാർക്ക് പ്ലഗ് ഉണ്ടാവും. അതുപോലെ തന്നെ വാൽവുകൾ അല്ല, ഇവിടെയൊക്കെ എല്ലാം പോർട്ടുകളായിരിക്കും. അപ്പോൾ ഈ സക്ഷൻ, കംപ്രഷൻ ആദ്യത്തെ 2 സ്ട്രോക്ക് തന്നെ ട്രാൻസ്ഫർ പോർട്ട്, അതായത് ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് വരുമ്പോൾ ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആകുന്നു, എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആകുന്നു. അപ്പോൾ എന്ത് നടക്കുന്നു? എയർ ഫ്യൂൽ മിക്സ്ചർ ട്രാൻസ്ഫർ പോർട്ട് വഴി സിലിണ്ടറിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ട്രോക്കിൽ ബി ഡി സിയിൽ നിന്ന് പിസ്റ്റൺ ടി ഡി സിയിലേക്ക് എത്തുമ്പോൾ എന്താകുന്നു? എയർ കംപ്രസ് ചെയ്യുന്നു. ആ സമയം എയർ ഫ്യൂൽ മിക്സ്ചർ ക്രാങ്ക് കേസിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കംപ്രസ് ചെയ്യുന്ന എയറിന് ഒരു സ്പാർക്ക് കൊടുക്കുന്ന സമയത്ത് അത് കത്തി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേ സ്ട്രോക്കിൽ തന്നെ ഇത് താഴേക്ക് വരുന്നു. അപ്പോൾ അത് രണ്ടാമത് ഈ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ടെമ്പറേച്ചറും പ്രഷറിലാണ് എന്ത് ചെയ്യുന്നത്? പിസ്റ്റൺ താഴേക്ക് വരുന്നു. ആ സമയം എന്താകും? ടി ഡി സിന്ന് ബി ഡി സിയിലേക്ക് വരുന്ന സമയത്ത് ഈ വാൽവ്, എക്സോസ്റ്റ് വാൽവ് ഓപ്പണായി ബേൺഡ് ഗ്യാസസ് വരുന്നു. അപ്പോൾ ഈ 2 സ്ട്രോക്കുകളായിട്ടാണ് ഈ സൈക്ലിക് പ്രോസസ്സ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രാങ്ക് കേസിൽ എയർ ഫ്യൂൽ മിക്സ്ചർ ടി ഡി സിന്ന് ബി ഡി സിയിലേക്ക് വരുന്ന സമയത്ത് ട്രാൻസ്ഫർ പോർട്ട് വഴി എയർ ഫ്യൂൽ മിക്സ്ചർ സിലിണ്ടറിലേക്കും, അതുപോലെ രണ്ടാമത്തെ സ്ട്രോക്കിൽ ബി ഡി സിന്ന് ടി ഡി സിയിലേക്ക് പോകുമ്പോൾ എയർ ഫ്യൂൽ മിക്സ്ചർ ക്രാങ്ക് കേസിലേക്കും കണ്ടിന്യൂസ് ആയി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 4 സ്ട്രോക്കുകളും, അതായത് 4 സ്ട്രോക്കുകൾ ഓവർലാപ്പ് ചെയ്ത് നടക്കുന്നു. അതായത് ക്രാങ്ക് കേസിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു റൊട്ടേഷനിലാണ് ഈ 2 സ്ട്രോക്കുകളിൽ കൂടിയായിട്ട് ഈ സൈക്ലിക് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. There are 2 strokes in one cycle of operation. There is 1 power stroke for every 1 revolution of the flywheel. The 2 strokes which are performed in a 2-stroke cycle petrol engine are suction and compression stroke, power and exhaust stroke. Now let's discuss them in brief. During the first stroke, as the piston moves up from BDC, it closes all the 3 ports, namely the inlet, transfer and exhaust ports. The piston compresses the mixture of air and petrol inside the cylinder. When the piston is near the TDC, the petrol mixture is fully compressed. The spark plug then ignites the mixture. Power is produced with the burning of this mixture. This power is transmitted to the crankshaft through the connecting rod. During this stroke, partial vacuum is produced inside the crankcase. The inlet port is opened and the petrol mixture enters through it into the crankcase. During the second stroke, the piston moves down from TDC and the inlet port is closed. The fuel mixture is compressed by the bottom of the piston and the crank. Then it gets pushed into the cylinder through the transfer port. Since the exhaust port is open, the exhaust gas leaves the cylinder through it. Some exhaust gas may remain inside the cylinder. The special shape of piston head deflects the fresh charge of the fuel mixture up into the cylinder. The mixture then flows down
and pushes the exhaust gas through the exhaust port. This process is called scavenging. Once the flywheel has completed one revolution, the cycle of operation is repeated. So friends, this is all about the two-stroke cycle petrol engine. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2-stroke ഡീസൽ എഞ്ചിനെ പറ്റിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2-stroke പെട്രോൾ എഞ്ചിൻ പറഞ്ഞു, ഇനി ഡീസൽ എഞ്ചിൻ. അപ്പോൾ ഡീസൽ എഞ്ചിൻ ആകുമ്പോൾ ഇതിൽ മീൻസ് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെ സ്പാർക്ക് പ്ലഗിന് പകരം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ വാൽവ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസം എന്താണ്? അവിടെ നമ്മൾ ഇൻലെറ്റ് പോർട്ടിലൂട്ട് എന്താണ് വരിക? എയർ ഫ്യൂവൽ മിക്സ്ചർ ആണെങ്കിൽ ഇവിടെ ഇൻലെറ്റ് പോർട്ടിലൂട്ട് എയർ മാത്രമായിരിക്കും വരിക. ബാക്കിയൊക്കെ പെട്രോൾ എഞ്ചിനായിട്ട് സെയിം ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? സക്ഷനും കംപ്രഷനും പവറും എക്സോസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്? 2 സ്ട്രോക്കുകളിലായിട്ടാണ് നടക്കുന്നത്. ഈ 4 സ്ട്രോക്കുകളിലായിട്ട് കാണിച്ചിരിക്കുന്നത് 2 സ്ട്രോക്കുകളിലായിട്ട് എന്താകും? ഓവർലാപ്പ് ചെയ്തിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഫസ്റ്റത്തെ സ്ട്രോക്ക് നോക്കാം. ഫസ്റ്റ് സ്ട്രോക്കിൽ എന്താണ്? സക്ഷൻ സ്ട്രോക്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സക്ഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് വരും. ആ സമയം എന്ത് സംഭവിക്കും? ഫസ്റ്റ് ട്രാൻസ്ഫർ പോർട്ട് അതുപോലെ തന്നെ എക്സോസ്റ്റ് പോർട്ട്, ഈ 2 പോർട്ടുകളും ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. ഇത് ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആകുമ്പോൾ എന്താകും? ഈ ക്രാങ്ക് കേസിലുള്ള എയർ, ക്രാങ്ക് കേസിൽ എന്താണ്? എയർ ആണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഈ എയർ ഇങ്ങോട്ട് സിലിണ്ടറിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് TDCയിൽ നിന്ന് BDCയിലേക്ക് നടക്കുമ്പോൾ, ഇനി രണ്ടാമത്തെ കംപ്രഷൻ സ്ട്രോക്കിൽ എന്താ സംഭവിക്കുക? BDCയിൽ നിന്ന് TDCയിലേക്ക് പോകുന്ന സമയത്ത് ട്രാൻസ്ഫർ പോർട്ടും എക്സോസ്റ്റ് പോർട്ടും എന്താകും? ക്ലോസ് ചെയ്യും. ആ സമയത്ത് എന്താകും? ഈ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത് പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താകും? എയർ നന്നായി കംപ്രസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ വേറൊരു പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട്. എന്താണ്? ഈ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആയിട്ട് എയർ സപ്ലൈ ചെയ്യും ക്രാങ്ക് കേസിലേക്ക് അല്ലേ? അപ്പോൾ ഈ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനത്തോടു കൂടി എന്താകും? ഇവിടെ ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ഉണ്ട്. ഫ്യൂവൽ ഇഞ്ചക്ടർ നല്ല ഡിഫൈൻഡ് ആയിട്ട് അറ്റോമൈസ് ചെയ്തിട്ടുള്ള ഡീസൽ, അതായത് ഫ്യൂവല് എന്താണ്? സ്പ്രേ ചെയ്യുന്ന സമയത്ത് അത് സ്വയം എന്താണ്? ഇഗ്നൈറ്റ് ആയിട്ട് കത്തി ആ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ പവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് TDCയിൽ നിന്ന് BDCയിലേക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പോയ പിസ്റ്റൺ എന്താണ്? TDCയിൽ നിന്ന് BDCയിലേക്ക് വരുന്ന സമയം എന്താകും? അതുപോലെ തന്നെ ഈ ഇൻലെറ്റ് പോർട്ട് മീൻസ് എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആയിട്ട് ബേൺഡ് ഗ്യാസസ് എല്ലാം എന്താണ്? പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു മെക്കാനിക്കൽ വർക്കിനെ മീൻസ് ഹീറ്റ് എനർജി പവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹീറ്റ് എനർജിയെ നമ്മൾ മെക്കാനിക്കൽ വർക്കാക്കി മാറ്റും. അപ്പോൾ ആ സമയത്ത് അത്രയും ടെമ്പറേച്ചറും പ്രഷറും കൂടുന്നത് കൊണ്ട് അപ്പോൾ ഇവിടെ എന്തായിരിക്കും? പ്രഷർ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വെക്കുന്നത്. പക്ഷേ അതിൻ്റെ ചൂട് കൊണ്ട് എന്തായിരിക്കും? ഈ പിസ്റ്റൺ നല്ല ഫോഴ്സിൽ താഴേക്ക് വരികയും ഈ ക്രാങ്ക് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് അതായത് പിസ്റ്റൺ പിന്നീട് BDCയിൽ നിന്ന് TDCയിലേക്ക് പോകുമ്പോൾ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആകുകയും ബേൺഡ് ഗ്യാസസ് അതിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. അതായത് പ്രധാനമായിട്ടും 2-stroke പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞാൽ, ഒന്ന് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വാൽവാണ്. പെട്രോൾ എഞ്ചിൻ്റെ കേസിൽ എന്തായിരിക്കും ഉണ്ടാവുക? സ്പാർക്ക് പ്ലഗ് ആണ് ഉണ്ടാവുക. ഇവിടെ അതിന് പകരമായിട്ട് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വാൽവ്. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ്റെ കേസിൽ എന്താണ്? ഇവിടെ ഇൻലെറ്റ് പോർട്ടിലൂട്ട് എന്താണ് വരിക? സപ്ലൈ ചെയ്യുക. അതായത് ഇൻലെറ്റ് പോർട്ടിലൂട്ട് ഡീസൽ എഞ്ചിനിലാകുന്ന സമയത്ത് എയർ വരും. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ്റെ കേസിലായിരിക്കും എന്തായിരിക്കും? എയർ ഫ്യൂവൽ മിക്സ്ഡാണ് വരിക. ഇതിലെന്താണ്? എയറും ഫ്യൂവലും തമ്മിൽ മിക്സ് ആവില്ല അല്ലേ? അപ്പോൾ എയർ ആണ് വരിക. അപ്പോൾ ഇവിടെ എന്താണ്? എയറും പിന്നെ നല്ല, അതായത് ഇവിടെ ഈ കംപ്രഷൻ സ്ട്രോക്കിൽ നന്നായി കംപ്രസ് ചെയ്ത എയറും അതുപോലെ തന്നെ ഫൈൻ നല്ല അറ്റോമൈസ് ചെയ്ത ഡീസലും കൂടിയാകുമ്പോൾ എന്താകും? ആ എയറിൻ്റെ പ്രഷറിൽ നന്നായിട്ട് അത് കത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഫോഴ്സും ടെമ്പറേച്ചറും കൊണ്ട് ഈ പിസ്റ്റൺ താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ 2 സ്ട്രോക്കുകളിൽ, അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു റൊട്ടേഷനിൽ 2 സ്ട്രോക്കുകളിലായിട്ടാണ് ഈ നമ്മുടെ 4 സൈക്ലിക് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇത് സൈക്ലിക് പ്രോസസ്സാണ്. അതായത് ഈ ട്രാൻസ്ഫർ പോർട്ടിലൂടെ നമ്മൾ ചാർജ് പിന്നെ നമ്മൾ എന്താണ് എൻജിൻ സിലിണ്ടറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്താണ് പിന്നീട് BDCയിൽ നിന്ന് TDCയിലേക്ക് പോകുമ്പോൾ ഇത് കംപ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പിന്നീട് TDCയിൽ നിന്ന് BDCയിലേക്ക് പോകുമ്പോൾ എയർ ഫ്യൂവൽ മിക്സ്ചർ, അതായത് ഇവിടുന്ന് നമ്മൾ ട്രാൻസ്ഫർ പോർട്ട് വഴി സിലിണ്ടറിലേക്ക് പോകുന്ന ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ അടുത്ത സ്ട്രോക്കിൽ എയറിലേക്ക് ഇവിടെ സപ്ലൈ കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ പോർട്ടിൽ കംപ്രഷൻ പോർട്ടിൻ്റെ അവസാനത്തോടു കൂടി തന്നെ എന്താകുന്നു? പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ അടുത്ത സ്ട്രോക്കിൽ ഈ പ്രോസസ്സിലേക്ക്, അതായത് ഇത് ഫസ്റ്റത്തെ സ്ട്രോക്ക് പിന്നെ തുടങ്ങുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഈ 2 പ്രോസസ്സ് കണ്ടിന്യൂസ് ആയി വരുമ്പോൾ തന്നെ ഈ 2 സ്ട്രോക്കുകളിലായി തന്നെ 4 സ്ട്രോക്കും കംപ്ലീറ്റ് ആകുന്നു. അതുപോലെ തന്നെ സൈക്ലിക് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. Let's look at the 2-stroke diesel engine cycle. Once again, the 5 key events occur, but in a different way. At the start of air intake, the piston is moving towards bottom dead centre at the end of a power impulse. The piston uncovers the inlet ports and the blower delivers fresh air into the cylinder.
the exhaust valve opens. The piston reaches bottom dead centre and starts its move upwards. Incoming air scavenges exhaust gases out of the cylinder. The piston continues up, covers the air inlet ports, and cuts off the air supply from the blower. The exhaust valve closes. The piston approaches top dead centre, compressing the air and raising its temperature. Just before the piston reaches top dead centre, the injector sprays in fuel. The heat of the compressed air ignites the fuel. Pressure from the expanding gases forces the piston down the cylinder in a power impulse. Before the piston reaches bottom dead centre, the exhaust valve opens and burned gases escape. The inlet port is uncovered and it admits fresh air from the blower. The piston reaches bottom dead centre. The cycle is ready to repeat itself. All 5 events occur in just 2 strokes. How many revolutions does the crankshaft do in one engine cycle? 1 revolution per cycle.